വളരെയേറെ കാലങ്ങളായി നമ്മളിൽ പലരെയും അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും അതിൻ്റെ പരിഹാരവുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, കർമ്മദോഷ ഫലങ്ങൾ എന്നൊന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതുമാണ്. കർമ്മദോഷ ഫലങ്ങൾ സ്വാഭാവികമായും രണ്ട് വിധത്തിലാണ് നമ്മളുടെ ജീവിതത്തിൽ ബാധിക്കുന്നത്. ഒന്ന് നല്ല ഫലങ്ങളും മറ്റൊന്ന് കർമ്മദോഷ ഫലങ്ങളുമാണ്. നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവൃത്തിയും ചിന്തയും ആണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഫലങ്ങൾ നല്ലതായിരിക്കണമോ മോശമായിരിക്കണമോ എന്ന് നിശ്ചയിക്കുന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. എന്തായാലും ഈ കർമ്മദോഷ ഫലങ്ങൾ നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരുമോ, അതോ ഇതിനൊരു പരിഹാരമുണ്ടോ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മുഴുവനായി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള രഹസ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്ന് നല്ല കാലങ്ങളിലൂടെയാണ് സമൃദ്ധിയിലും സമ്പത്തിലും സമാധാനത്തിലും ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നല്ല പ്രവൃത്തിയുടെ നല്ല ഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അതിനു പകരം നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ദാരിദ്ര്യത്തിലൂടെയും ദുഃഖത്തിലൂടെയും ടെൻഷനിലൂടെയും സ്ട്രെസ്സിലൂടെയും രോഗാവസ്ഥയിലൂടെയും ഒക്കെയാണ് എങ്കിൽ, മനസ്സമാധാനമില്ലാത്തൊക്കെ അവസ്ഥയിലൂടെയൊക്കെ ആണെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. അതും നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ, നമ്മളുടെ പ്രവൃത്തിയിലൂടെയും നമ്മളുടെ ചിന്തയിലൂടെയും കടന്നുപോയ കാര്യങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, ആ പരിണിത ഫലമാണ് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ചിലർ പറയും, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒന്നും ബോധപൂർവം എൻ്റെ ഓർമ്മയിൽ ഞാൻ മറ്റൊരാൾക്കും യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ചെയ്തിട്ടില്ല, ദോഷവും ചെയ്തിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, എന്നിട്ടും എന്തേ എന്നെ ഇങ്ങനെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ, കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റ് ബന്ധങ്ങളിലുള്ള വിള്ളലുകളും ഒക്കെ എന്നെ ഇങ്ങനെ പിന്തുടരുന്നു, എന്നെ മാത്രം എന്തേ ഇങ്ങനെ വിധി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സംശയം പല ആളുകളും പല അവസരങ്ങളിലും ചോദിക്കാറുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് തടസ്സങ്ങൾ മാത്രമാണ്, എന്തിനിറങ്ങി പുറപ്പെട്ടാലും തടസ്സങ്ങൾ മാത്രമാണ്. എല്ലാം എന്താ പറയുക, ഒരു കെട്ടിയിട്ട വഞ്ചി പോലെ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതല്ലാണ്ട് അവിടുന്ന് മാറി ഒരു പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കുന്നേയില്ലല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ചോദ്യങ്ങളുമായി ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തും എത്താറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകളാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അതും എന്തോ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് ഉറപ്പാണ്. അല്ലാതെ മറ്റു തരത്തിലും ഇത് സംഭവിക്കാൻ സാധ്യതയേ ഇല്ല. ഒന്നുകിൽ അത് ആർജിതമായി നമ്മൾ ഇപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ സഞ്ചിതമായി, അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ എനർജി നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു കർമ്മങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഒക്കെ ഫലവും ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിനോടൊക്കെ ഒപ്പം തന്നെ ജനിതകമായി നമ്മളിലേക്ക് വരുന്ന കർമ്മ ദോഷങ്ങളുണ്ട്. അതായത് ജീനിലൂടെ നമ്മളിലേക്ക് പകർന്ന് കിട്ടിയിരിക്കുന്നത്, അതായത് തലമുറകൾ, 7 തലമുറകളുടെ ഒക്കെ കർമ്മഫലങ്ങൾ, നമ്മളുടെ പൂർവ്വ പിതാമഹന്മാരൊക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമൊക്കെ ഒരുപക്ഷെങ്കിൽ നമ്മളുടെ ഈ ജന്മത്തിലേക്ക് ജീനിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരാം. അതും നമ്മളിലേക്ക് നമ്മളുടെ ദോഷ കർമ്മഫലങ്ങൾക്ക് കാരണമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇനിയാണ് യഥാർത്ഥ
വശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കാരണം ഈ എല്ലാ ആളുകൾക്കും അറിയേണ്ടത് ഒറ്റ ചോദ്യത്തിലുള്ള ഉത്തരമാണ്. ഈ കർമ്മഫലങ്ങൾ സഞ്ചിതമായി കിട്ടിയതാണെങ്കിലും ജനിതകമായി കിട്ടിയതാണെങ്കിലും നമ്മളിലുള്ള അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടി വരുമോ? ഇതിനൊരു പരിഹാരമില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എല്ലാ ആളുകളും തേടുന്നത്. യാതൊരു സംശയവും വേണ്ട, 100% ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രഹസ്യ വഴികൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നല്ല കർമ്മഫലമാണോ ദോഷ കർമ്മഫലമാണോ നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇനിയുള്ള ജീവിതത്തിലെ നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വളരെ ബോധപൂർവം നിരീക്ഷിക്കുകയും അതിൽ തിരുത്തൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ തുടർച്ചയായി അപ്രതീക്ഷിതമായി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം വരുമ്പോൾ ആളുകൾ ചെയ്യാറുള്ളത് ഇത് കർമ്മദോഷമാണ്, ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് തേടി പല ആരാധനാലയങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോവുകയും അവിടെയുള്ള പൗരപ്രമുഖർ പുരോഹിത പ്രമുഖർ പറഞ്ഞു കൊടുക്കും പോലെയുള്ള പലവിധത്തിലായ ആചാര അനുഷ്ഠാനങ്ങളും നേർച്ചകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു 90% ആളുകൾക്കും പരിഹാരം ലഭിക്കാറില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ശരിയല്ലേ? എത്ര ആളുകൾക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് കൂടി ഫലങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും നമ്മളുടെ കർമ്മദോഷം മാറുന്നില്ല എങ്കിൽ, കർമ്മ മാറിപ്പോകുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇതൊക്കെ വളരെ പ്രബലമായിട്ട് നമ്മളുടെ മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ എനർജിയെ, നമ്മളുടെ ഉള്ളിലുള്ള ആന്തരിക ശക്തിയെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്തുക എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഫിസിക്കൽ ബോഡിയോടൊപ്പം ഉള്ള നമ്മളുടെ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ, അത് തന്നെയാണ് ഓറ എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ ഹീലിംഗ് പ്രോസസ്സുകൾ ചില സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി നമ്മളുടെ ഇന്നർ ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി ഇന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് പ്രോസസ്സുകൾ നടക്കാറുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അറിയാനും അത് ചെയ്യാനും ഉള്ള അവസരം ഉണ്ട് എന്ന് പറയുകയാണ്. നമ്മളിൽ ഇത്രയും കാലങ്ങളിൽ വന്നിട്ടുള്ള സകല മാലിന്യങ്ങളെയും പ്രോസസ് റിമൂവ് ചെയ്യുന്ന, ഹീല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്നർ ഹീലിംഗ് പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിലൂടെ നമ്മളുടെ കർമ്മദോഷങ്ങളെ, കർമ്മഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ ബോധപൂർവമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കി, എന്താണ് എന്ന് മനസ്സിലാക്കി, ബോധപൂർവം തുടർന്ന് നമുക്ക് അങ്ങോട്ടുള്ള ജീവിതത്തിലെ നമ്മൾ പൂർണ്ണമായും നന്മകൾ മാത്രം ചെയ്യുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും എല്ലാ ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ട് നമ്മളുടെ മനസ്സിൽ പൂർണ്ണമായും ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് ക്ഷമിക്കുക എന്ന് പറയും, മാപ്പ് കൊടുക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളോട് പല വിധത്തിൽ
പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന അവരോടൊക്കെ പ്രതികാര ചിന്ത അല്ലെങ്കിൽ പക കൊണ്ട് ഉണ്ട് എങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നിരുപാധികം ക്ഷമിക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കർമ്മഫലങ്ങളെ ലഘൂകരിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വയം മാപ്പ് കൊടുക്കുക എന്നുള്ളത്, അതായത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നും വാക്കിൽ നിന്നും വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമ്മൾക്ക് ഗിൽറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ട് എങ്കിൽ അതൊക്കെ സ്വയം ക്ഷമിച്ചുകൊണ്ട് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോൾ കൂടുതലായി നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറാനിടയാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ തെറ്റുകൾ പ്രപഞ്ചശക്തി ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരു കോമൺ പ്രിൻസിപ്പിൾ എല്ലാ മതവിശ്വാസികളും പറയാറുണ്ട്. കർമ്മദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള, മറികടക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നന്ദി പറഞ്ഞ് ശീലിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയുള്ള വലിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി നമ്മൾ പോലും അറിയാതെ വന്നു നിറയുകയും നമ്മളുടെ കർമ്മദോഷങ്ങളുടെ കാഠിന്യം കുറയും, അതിൽ നിന്ന് മുക്തി നേടാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, അന്നദാനങ്ങൾ ചെയ്യുന്നതിലൂടെ കൈയയച്ച് അർഹതപ്പെട്ട ആളുകളെ, എല്ലാവരെയുമല്ല, അർഹതയുള്ളവരെന്ന് തോന്നുന്ന ആളുകളെ നമ്മൾ കൈയയച്ച് സഹായിക്കുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ളതുപോലെ, അത് ഇത്ര എന്നൊന്നുമില്ല, എത്ര എമൗണ്ടിലൊന്നും അല്ല വിഷയം, അത് കൊടുക്കാനുള്ള നമ്മളുടെ മനസ്സ് പ്രപഞ്ചശക്തിയുമായി കണക്റ്റ് ആവുകയും നമ്മളുടെ കർമ്മഫലങ്ങൾ സ്വാഭാവികമായും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ കാരണമാവുകയും ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിനെക്കഴിഞ്ഞൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തെ, ഡിവൈൻ എനർജിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനായി നല്ല പോസിറ്റീവായ അഫിർമേഷൻസ് പറഞ്ഞ് ശീലിക്കുക, മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കുക, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ ശീലിക്കുക എന്നുള്ളത് വഴി, ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് വഴി നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ എനർജിയെ, ആത്മീയ ചൈതന്യത്തെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും. അതിലൂടെ തന്നെ നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതിലൂടെ തന്നെ നമ്മളുടെ കർമ്മഫലങ്ങളുടെ ശക്തി, കർമ്മദോഷങ്ങളുടെ ശക്തി മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയും നമ്മളിലേക്ക് നന്മ വരികയും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ പോലും അറിയാതെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത് അത്ഭുതകരമായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക, നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഒക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് നമ്മളുടെ കർമ്മദോഷങ്ങളെ ലഘൂകരിക്കാനും അതിന് ശക്തി കുറയ്ക്കാനും അതിനെ മറികടക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്നിട്ടും പറ്റാതെ വരുന്ന ആളുകൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹീലിംഗ് തെറാപ്പികൾ, ഇന്നർ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി അത്തരത്തിലുള്ള വിദഗ്ധരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതിന് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിലൂടെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സഹായകരമായും ദയവ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ശുഭ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.